അല്ലെങ്കിലേ ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണമെന്ന് എനിക്ക് വയ്യ. പിന്നില്ല 100 കൂട്ടം പണി. ഇനി എന്തൊക്കെ പണിയുണ്ട്. ഇനി അടിക്കണം, പാത്രം കഴുകണം, തുടയ്ക്കണം, അത് വേറെ ഇല്ലാണ്ട് തുണിയും തിരുമ്പാൻ കുറെ കിടക്കണം. ഇതിന്റെ ഇടയിൽ അയത്തിയും കൂടി വന്നിട്ടാ അതിന്റെ പണിയും കൂടി നോക്കേണ്ട അവസ്ഥയായില്ലേ. നീ എന്ത് ചെയ്യണേ? അല്ലമ്മ, ഞാൻ ഡ്രസ്സൊക്കെ അരക്കാൻ. അതെ, വാഷിംഗ് മെഷീൻ പുതിയതല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, നല്ലോണം ചേറും കറിയൊക്കെ ഉള്ളതൊക്കെ കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പിട്ടാ. അതൊന്നും ഇതിലിടണ്ട. ചളി ഒരുപാട് ഉള്ളതൊക്കെ ഇട്ടാ മതി. നല്ലോണം ചേറുള്ളത് അലക്കലിമ്മല കൊണ്ട് അലക്കിയാൽ മതിട്ടാ. അങ്ങനെ പാടി പോയിട്ടേ ഉണ്ണിനെ ഒന്ന് തൂക്കം നോക്കിയിട്ട് ഉണ്ണിക്ക് പൊടി ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് വരാം. അതൊക്കെ ശരിയാക്കിട്ട് അവിടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടാ. എന്താ അടുക്കള കിടക്കണ കോലോ. പെട്ടെന്ന് ആരെങ്കിലും അടുക്കളക്കിൽ വന്നാൽ എന്താ വിചാരിക്കുക? പെൺകുട്ടികൾ ഇരിക്കുന്ന വീട് എപ്പോഴും വൃത്തി വേണം. ഒക്കെ ചെയ്യട്ടാ. പോയിട്ട് വേഗം വരാം. പൊന്നു ഇവിടെ ഇരിക്കാണ്. എനിക്ക് വിശപ്പൊന്നുമില്ലേ? വിശക്കണൊക്കെ ഉണ്ട്. പോയി കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. കഴിക്കണം. ഇവിടെ എത്ര നേരം പറ്റുള്ളൂ. ഞാൻ കഴിക്കാം. അമ്മ ഇപ്പൊ എങ്ങടാ പറഞ്ഞത്? ഞാനേ മോളെ ഒന്ന് പോയിട്ട് അംഗൻവാടിയിൽ തൂക്കം നോക്കിട്ടേ ഇവൾക്ക് ഈ അമൃതപ്പൊടി കിട്ടും. അത് മേടിച്ചിട്ട് വരമ്മ. അത് എല്ലാ മാസവും മേടിച്ചില്ലെങ്കിൽ ചിലപ്പോ അത് വെട്ടിപ്പോകും. കുറച്ചൊന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാൻ കഴിക്കമ്മ. കഴിക്കേക്ക് ഇപ്പൊ വിശക്കണൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. സമയത്തിന് കഴിക്കില്ല. ഇവിടെ വന്നാലേ ഉള്ളൂ. ഇപ്പൊ കഴിക്ക് പറഞ്ഞ എങ്ങനെ കഴിക്കാൻ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉമ്മ പോയിട്ട് വായി വന്നോ. നമ്മ പോയിട്ട് വരട്ടെ. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കിട്ടാ. ശരി. മോളെ, അടുക്കളയില് വേണ്ട പണി കിടക്കുന്നുണ്ട്. ഇജ്ജ് പോയിട്ട് ചെയ്യാനും സഹായിക്കാനും നിക്കണ്ടേട്ടാ. എനിക്കൊന്നും പോയി ചെയ്യാനൊന്നും വയ്യമ്മ. ഞാൻ ഇവിടെ ഇതായി പിരിക്കുമ്പോ അത് ചെയ്യാൻ നിക്കുക. എന്റെ മോൾക്ക് കുടിയിലേക്ക് വരുമ്പോ തന്നെ ഇത്തിരി റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ മോള് ചെയ്യാൻ നിക്കണ്ടേട്ടാ. അതൊക്കെ അവള് ചെയ്തോളും. അവൾക്ക് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കുളിച്ചിട്ടേ സമയത്തിന് ഭക്ഷണം കഴിക്കും. ഞാൻ പോയിട്ട് വരാട്ടാ. ശരി. നമ്മള് കറിയോ എന്തോ നിക്കോ എന്തോ. അവിടെ പോയത് ഇങ്ങോട്ട് തന്നെ വരാൻ നിൽക്കുവോ? ചെത്തുമോളെ, ഭയങ്കര തലവേദന. പാലെന്തേലും ചായ വെച്ചോടി. തന്നെ ഉള്ളൂ. പാല് വെച്ചിട്ട് ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കും. ഇതിലിപ്പോ അവിടെ ചായ വെച്ചിട്ടുണ്ട്. താത്ത ഫ്രിഡ്ജിത്തെ പാലെടുത്തിട്ടുണ്ടായിരുന്ന? എടുത്തിണ്ടായിരുന്നു. എനിക്ക് തലവേദനിച്ചപ്പോ ഞാൻ കാച്ചി കുടിക്കാന്ന് വെച്ചിട്ടെടുത്ത. അതിനിപ്പോ എന്തേ? എന്തിനാ താത്ത പാലെടുത്തത്? അത് ഉണ്ണിക്ക് എടുത്തു വെച്ചതായിരുന്നു. വേറെ പാലില്ല ഇവിടെ. ഈ എന്തിനാ വെച്ചിക്കണെന്നൊക്കെ എനിക്കറിയോ. എന്നാ പിന്നെ വായി തുറന്ന് പറയണ്ടേ? മിണ്ടാണ്ടിരുന്ന് അറിയോ? ആകപ്പാട് തരി പാലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ണിക്ക് കൊടുക്കാൻ നിക്കണ്. എനിക്കത് എടുത്തിട്ട് കാച്ചുകയും ചെയ്തു. കുറച്ച് പൊടിയും ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ ഇത് കൊടുക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ എടുക്കുമ്പോ ചോദിക്കായിരുന്നില്ലേ? ഉണ്ണിയാണെങ്കിൽ രാത്രി എണീറ്റ് കരയും ചെയ്യും. എന്താ നീ കിടന്ന് പെറുപിറിക്കണ? ഒരു തരി പാലെടുത്ത് ചായ വെച്ചതിനാണ് ഇപ്പൊ കിടന്ന് പറയാൻ നിക്കണേ. സൈസ് എന്താ ഒരു പൊട്ട് പാല് കുടിച്ചിട്ടാണ് കിടന്നുറങ്ങുക? അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ വന്നൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ വന്നപ്പോ തൊട്ട് നിന്റെ മോന്ത ഇടക്കിടക്കാണ് കയറ്റി പോണുണ്ടല്ലോ. നിന്നെ കണ്ടിട്ടൊന്നും ഇതാക്കൊന്നും വേണ്ട. അതെ, ഞാൻ എണിച്ചിട്ട് ഇപ്പൊ എത്ര നേരം? ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പോകുമ്പോ പറഞ്ഞിട്ട് പോയതാണ് എടുത്ത് കുടിക്കാനും. അല്ലാണ്ട് നിങ്ങളൊക്കെ വെച്ചിരുന്ന് പറഞ്ഞിട്ട് ഇരുന്നാലേ പട്ടിണിക്ക് ഇരിക്കന്നെ വേണം. അതിന് ഞാൻ എടുത്തു തരണമൊന്നും ഇല്ലല്ലോ. വെക്കാലോ. അതെ, ഞാൻ എടുത്ത് കുടിക്കണതേ എനിക്കറിയാം. അതിപ്പോ നീ വന്ന് പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടാ. ഞാനാണ് ഇവിടുത്തെ മോള്. എനിക്ക് കഴിച്ചിട്ടുള്ള അധികാരം നിനക്കുള്ളൂ. അത് ആദ്യം നീ കുറച്ച് മനസ്സിലാക്കും. ഉമ്മ എന്നിട്ട് പുറത്ത് പോകുമ്പത്തിന് എന്താ വരെയൊക്കെ നാവ്. ഉമ്മ കൊണ്ട് പോരട്ടെ. അധികാര്യങ്ങൾ വന്നിട്ടല്ലേ. ഇനി മാത്രം തെറ്റി ഞാൻ ഇപ്പൊ എന്താ ചെയ്തത്? ഉമ്മ വന്നിട്ട് എന്താണാവോ പറഞ്ഞു കൊടുക്കണം. പൊന്നോ പോയിക്ക അംഗനവാടിക്ക് പോയിട്ട് വരാ. അംഗനവാടിക്ക് പോയിട്ട് വന്നാണ് എന്റെ സ്വത്തല്ലേ. ഇനി വലിയ കുട്ടിയായിട്ട് വേണം പോവാന്. അപ്പൊ അവളെ അടഞ്ഞു കിടക്കണ്ടല്ലോ. ആരെങ്കിലും മുന്നിൽ. എന്താ കിടക്കണ കോലം. ഇട്ട പോലെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ പണി പറഞ്ഞിട്ടാ ഞാൻ പോയത്? നോക്കിയ കിടക്കണ കോലം അതേപോലെ. ഈ പെൺകുട്ടിയോട് പറഞ്ഞ് മട്ടി പറഞ്ഞു നമ്മുടെ കാവല് വെള്ളം പറ്റല്ലാണ്ട് ഒരു കാര്യമില്ല. ഇനി വാഷിംഗ് മെഷീനിൽ എന്ത് കോലം കാണിച്ചു വെച്ചിക്കണാവോ? നോക്കിയതൊന്നും കഴുകിയിട്ടില്ല. അതൊക്കെ വച്ച പാട്ടില് എന്തോരം പറഞ്ഞു കൊടുക്കണം. ഏതൊന്നും നന്നാകണ വട്ടമില്ല.
നമുക്കുള്ള പണിയാണ് തോന്നുന്നുണ്ട് ഇട്ട് വെച്ചിരിക്കണം. ഒരു ഭാഗം തുടച്ചു, ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയാണെന്ന് കഴിച്ചോ എന്തോ. അതെ, നീ വല്ലതും കഴിച്ചാ മോളെ? വെച്ച് കളയുമ്പോ ഇവിടെ ഒരാളെ വിട്ടിട്ട് പോയിട്ടുണ്ടല്ലോ, ഞാൻ എടുത്ത് കഴിച്ചു, എപ്പോഴും എടുത്ത് കഴിച്ചു കഴിഞ്ഞിരിക്കണം. ആ പെൺകുട്ടി അവിടെ കാണിച്ചു കൂട്ടി വെച്ചിക്കണം നോക്കിയത്. ഞാനിപ്പോ എന്തൊക്കെ പണികളാ പറഞ്ഞിട്ട് പോയി. ഒരു ഭാഗം തുടച്ച, ഒരു ഭാഗം ഇല്ല, ബാക്കിയൊക്കെ കാക്കാറ് പറേന്ന് കിടക്കണ്. അതൊക്കെ ഉമ്മ കൊടുക്കണ വളവാണ്. അവിടെ എന്നോട് എന്തൊക്കെ പറയണെന്ന് അറിയോ? അതൊന്നും ഒന്നും അറിയണില്ലല്ലോ. അല്ല, കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി പോയാ പോലെ. ഈ വയറ്റിലേക്ക് കഴിച്ചാ അത് പറയട്ടെ. ഞാനൊക്കെ കഴിച്ചു തന്നെയല്ലേ നിങ്ങളോട് പറയണത്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഗ്ലാസ് പാലെടുത്ത് തിളപ്പിച്ച് കുത്തി നിങ്ങൾ മരുമകളിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? അവിടെ ഉണ്ണിക്ക് വെച്ച പാലാണ്, അതാകെ തരിയുണ്ട്. അതിലിപ്പോ എന്തോരം ഉണ്ണിക്ക് കൊടുത്തിട്ട് അവള് വയർ നിറയ്ക്കാൻ പോണ്. എനിക്ക് ദേഷ്യം വന്നു. പിന്നെ അങ്ങനെ പറഞ്ഞാ? ആ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയൂ? അത് അങ്ങനെയൊന്നും പറയില്ലല്ലോ. എന്നാ പിന്നെ എന്ത് ഞാൻ നുണ? അല്ല, ഈ നുണ പറഞ്ഞതല്ല, അങ്ങനെയൊന്നും പറയില്ലല്ലോ. അവള് വെച്ച് തരുന്ന കുട്ടിയല്ലേ. അങ്ങനെയൊന്നും വെച്ചൊന്നും ഉമ്മാന്റെ മരുവളൊന്നും എനിക്ക് വെച്ച് തന്നിട്ടില്ല. ഞാൻ പോയിട്ട് തലവേദനിക്കുമ്പോ ഇത്തിരി പാലെടുത്തിട്ട് കാച്ചിട്ട് കാച്ചി നിൽക്കുമ്പോ ഇത്ത എന്തിനാ പാലെടുത്ത്? അത് സൈസാക്ക് വെച്ചതായിരുന്നു, അത് എടുക്കേണ്ടിയിരുന്നില്ല, എടുക്കുമ്പോ എന്റെ അടുത്തൊന്നും ചോദിക്കായിരുന്നില്ല. എന്ത് ഇവളടുത്ത് ചോദിച്ചിട്ട് വേണം ഞാൻ പാലൊക്കെ എടുത്ത് കാച്ചി കുടിക്കാന്? അങ്ങനെയൊക്കെ പറഞ്ഞാ? അപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ ഉമ്മാന്റെ അടുത്ത് പറയുന്നത്? ഉമ്മ എന്താ അങ്ങനെ പറഞ്ഞൊരു വിശ്വാസം ഇല്ലാത്ത പോലെ ചോദിക്കണ്. അങ്ങനെ പറയാനുള്ള സാമർത്ഥ്യമൊക്കെ അതിനുണ്ടാ മോളെ? ആയിണ്ടാവും. നിങ്ങള് നല്ല വളവ് വെച്ച് കൊടുക്കണില്ല, അപ്പൊ പിന്നെ അതിനുള്ള സാമർത്ഥ്യമൊക്കെ മരുവൾക്ക് വെച്ചിട്ടുണ്ട്. അനുഭവിച്ചോളൂ. ഈ പണികളൊക്കെ വേണം വെച്ചിട്ട് ഇട്ടിട്ട് പോയതായിരിക്കും, അല്ലാണ്ട് ഇപ്പൊ അവൾക്ക് ചെയ്യാൻ അറിയിട്ടൊന്നുമില്ല. അപ്പുറത്ത് ഒരു ഭാഗം തുടച്ചിട്ടുണ്ട്, ഒരു ഭാഗം തുടച്ചിട്ടില്ല. അതിനെന്നെ അവള് അങ്ങനെ ഇട്ട് വെച്ചിട്ട് പോയിക്കണ്. ഞാനെന്താ ചെയ്യാ മോളെ? പറഞ്ഞു മട്ടി, ലാസ്റ്റ് കാണിച്ചു കൊടുത്തു, ഒന്നും കാര്യമില്ല. പിന്നെ നമ്മൾ വല്ലതും പറഞ്ഞാല് അങ്ങനെ വിളിച്ച് മോനോട് പറഞ്ഞു കൊടുക്കും. അത് കാരണം എന്താ ഉമ്മ പേടിച്ചിരിക്കുക? പേടിയല്ല, അവൻ കണ്ണാത്തത്ത ദിക്കില് ദുബായിലല്ല മോളെ. എന്റെ മോൻ കടന്നു നമ്മ ഒന്നും പറയണ്ട. അവള് ചെയ്യണം നോക്കിട്ട് ഇവിടെ ഇരുന്ന എന്റെ കുടുംബത്തൊക്കെ എങ്ങനെയൊക്കെയാന്നറിയോ? അവിടെ ഞങ്ങള് 2-3 പേരുണ്ട്. ഞങ്ങളുടെ അമ്മായിമ്മക്ക് വരച്ചൊരു വര അങ്ങോട്ട് താണ്ടാൻ വിടില്ല. അത് കാരണം തന്നെ ഇപ്പൊ അവിടെ ആകെ പൊങ്കലാപ്പായിട്ട് കിടക്കുന്നത്. അതുപോലെ ഒന്നും ഇല്ലല്ലോ ഇവൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പക്ഷെ അവൻ കടന്ന് വിഷമിക്കില്ലേ? ഉമ്മ എന്നോടൊന്നും പറയുമില്ല, അവൻ കടന്ന് വിഷമിക്കില്ല മോളെ. അതുകൊണ്ട് എനിക്ക് ഉമ്മാന്റെ മോൻ വിഷമിക്കുന്ന പറഞ്ഞിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഉമ്മ ഇരുന്നോ? പിന്നെ വയ്യാണ്ടാവുമ്പോ ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെൺകുട്ടി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വീട്ടിലാണെങ്കിൽ അത് തിന്ന പ്ലേറ്റ് കൂടി എടുത്തു വെച്ചിട്ടില്ല, ഓമനിച്ച് നടന്ന കുട്ടിയാണ്. അതുപോലെ ഇവിടെ ഇരിക്കണം. അതുപോലെ അവര് പറയണ ഇങ്ങനെ. അവര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവര് പറയണ കാര്യം എന്റെ അടുത്ത് പറയായിരുന്നില്ല. അതെന്താ അവര് അങ്ങനെ പറയണ്? എന്താ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീട് വെറുതെ ആവുമോ? പണികളൊന്നും ഇവിടെ ഒന്നും ചെയ്യണ്ട ആർക്കും. എന്താ ചെയ്യാ? മോള് വന്ന് ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് ഉമ്മയാണ് ഈ പണികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. ആ പകുതി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ പോയി ചെയ്യാന് ഉമ്മ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവള് വേണമെങ്കിൽ വന്ന് ചെയ്യാൻ പറയും ചെന്നിട്ട്. എന്താപ്പോ ഇന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞതറിയാം. ഞാൻ പിന്നെ വേണ്ട, കുടുംബത്തൊരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നത്. അതെ, മോള് ഇനിയിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. എന്താന്നാ, ഇനിയിപ്പോ മോള് വന്ന് 10 ദിവസം നിക്കാൻ വന്ന് ഇനിയിപ്പോ നാത്തവും പോരടിച്ച് ഒരു മരുമകളുണ്ട്, അവനാണെങ്കിൽ ഗൾഫില്. എന്താ പെൺകുട്ടീനിട്ട് പൊരിക്കണ് എന്ന് വെച്ചിട്ട് അവര് ഇനി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇനി അവരോ ഇനി ആരും വിചാരിക്കണ്ട, എന്റെ മോള് മിണ്ടാണ്ടിരിക്കും, എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, ഉമ്മ ഉണ്ടല്ലോ, പിന്നെന്താ നീ എന്തിനാ അവളെ നോക്കണ്, ഉമ്മ ഉണ്ടല്ലോ, പിന്നെ നീ വന്ന് പോരടിച്ചെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവൾക്ക് ഒരു വിഷമമായി. അവൾ ഇനി കെട്ടിയാർക്ക് വിളിച്ച് പറഞ്ഞു നിങ്ങളോടുള്ള സ്നേഹം ഇനി അവനിക്കത് കുറയണ്ട, നിങ്ങൾ അങ്ങനെയല്ല ആങ്ങളും പെങ്ങളും നല്ല സ്നേഹത്തോടെ അത്രയും സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ അവന് ഇനിയിപ്പോൾ വന്നും തോന്നണ്ട മോളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മല്ല ഇല്ലെങ്കിലും അവരില്ല എൻ്റെ മോൾക്ക് ഒരു നാല് വെള്ളം തരാനും ഒരു നേരം വരാനും പോകാനും ഒക്കെ ഉള്ളത്. അതെ, ഉമ്മ ഇങ്ങോട്ട് കാട് കയറുന്നു. അതെ, ഉമ്മാന്റെ കുടുംബത്തിൽ ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഉമ്മാക്ക് പേടിയൊന്നും വേണ്ട. ഞാൻ വന്ന് 10 ദിവസം ഇരുന്ന് ഞാൻ എന്റെ കുടിക്കാണ്ട് പോകും. അല്ലാണ്ട് ഇപ്പൊ അതല്ലിച്ചിട്ട് ഉമ്മ ഇവിടെ പേടിച്ച് വരയ്ക്കൊന്നും വേണ്ട. എനിക്ക് പേടി ഉണ്ടായിട്ടല്ലേ മോളെ? അതെ, ഉമ്മക്ക് പേടി ഉണ്ടായിട്ടാണ് എന്തുണ്ടായിട്ടാണ് എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഒന്നും പറയാനൊന്നും പോയില്ല. അവളിങ്ങനെ എന്റെ അടുത്ത് കാണിച്ചു എന്നുള്ളത് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പൊ ഞാൻ വലിയ കാര്യമായിട്ട് അവളെ പിടിച്ച് ഇരിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ അതാലോചിച്ചുമ്പോ ടെൻഷൻ അടിച്ചിനുള്ള ജീവിതം അല്ല. എനിക്ക് പേടിയോ ടെൻഷനൊന്നും അല്ല. ആകെ എനിക്ക് 2 എണ്ണം, എനിക്ക് ഒന്ന് അവനൊന്ന്. അപ്പൊ എനിക്ക് അവനും എനിക്ക് ഒന്നല്ല. ഈ കാട്ടിക്കൂട്ടലൊക്കെ ഉമ്മ കണ്ടിട്ടിരിക്കും, എനിക്കത് കാണുമ്പോ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി ഉമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ചോദിക്കാൻ എന്തെങ്കിലും ഞാനൊക്കെ കഴിച്ചു തന്നെ. ഇവിടെ ഞാൻ കഴിക്കാണ്ട് ഇനി പട്ടിണി കടന്നിട്ടിരിക്കാൻ പറ്റുമോ? നീ ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് ഇതാകണ്ട മോള്. സമയത്തിന് ഭക്ഷണം എടുത്ത് കഴിച്ചേ.
അവിടെ വെച്ച് വെച്ചിട്ടുണ്ട്, ഭക്ഷണം എടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ പാകം എടുത്ത് വെക്കും. അവള് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് മോള് അത് വിഷമിച്ചിട്ടിരിക്കണ്ട. നീ അത് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കണ്ടേന്ന് പറഞ്ഞപ്പോഴാണ് നീ അത് ചൂടായിക്കുന്നത്. നിന്റെ ഭാഗത്തും തെറ്റില്ല, അവളുടെ ഭാഗത്ത് അത് ചോദിക്കാനും പാടില്ല. അവൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ഞാൻ ചോദിക്കുക. ഫ്രിഡ്ജ് തുറന്ന് മോള് പാലെടുത്തതിന് എന്തിനാ അവളോട് ചോദിക്കേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമില്ല. അപ്പൊ എനിക്കറിയില്ലല്ലോ കുട്ടിക്കാണോ ഇത് ആർക്കാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് ഞാൻ ചോദിച്ചോണ്ട് ഈ അതിനെ പറ്റി ബേജാറാകണ്ട കേട്ടാ. എനിക്കാരോർത്ത് ബേജാറൊന്നുമില്ല. അത് ആലോചിച്ചിട്ട് ബേജാറാകണ്ട. അത് ഉമ്മ ചോദിച്ചോണ്ട്, നിന്റെ മുന്നിലേ ചോദിച്ചോണ്ട്. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മോള് വാ, കഴിച്ചിട്ടില്ലെങ്കിൽ വന്ന് കഴിച്ചേവാ. അല്ല നിന്റെ പണികളൊക്കെ കഴിഞ്ഞാണല്ലോ, ഈ നേരത്തെ അടിച്ചു പോയിട്ട് പിന്നെയും വന്നിട്ട്. അതല്ല ഇവിടെ വന്നിട്ട് ഇത്ത വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തിട്ട് ചായ ചോദിച്ചപ്പോ എന്താ നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്താക്ക്. ഇല്ലമ്മനെ അങ്ങനെ പറഞ്ഞതല്ല, ഷെയ്സാക്ക് വെച്ച പാലായിരുന്നു. അത് ഇത്തിയെടുത്ത് ചായ വെച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാലും നീ ഇങ്ങനെയാണോ പറയണേ? അവള് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ചായ വെക്കുമ്പോ ഇന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അവൾക്ക് അത്രമാത്രം വിഷമിച്ച് 10 ദിവസം നിക്കാൻ വന്നല്ലേ. അങ്ങനെ പറയുമ്പോ അവൾക്ക് എന്താ വിഷമം ഉണ്ടാവും? അമ്മ വരുന്ന വരെ അവൾക്ക് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മ വന്ന് അവളല്ലേ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്തിട്ട് ചായ തിളപ്പിച്ച് കുടിച്ചത്? 10 ദിവസം നിക്കാൻ വന്നല്ലേ. അപ്പൊ നീയൊക്കെ ശ്രദ്ധിക്കണ്ടേ? അവൾക്ക് ആകെ ഒരു ആങ്ങളുടെ പെണ്ണല്ലേ ഈ. പാലല്ലേ, പാല് കഴിഞ്ഞ് നമുക്ക് പാല് മേടിക്കാലോ. അതിന് പാല് എടുത്ത് ചായ വെച്ചതിന് നീ എന്തിനാ എന്നോട് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊന്നും പറയാത്ത ആളാണല്ലോ നീക്ക്. അല്ലെങ്കിൽ അവള് വല്ല പിന്നെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് പിന്നെ ഇവിടെ കല്യാണം കിട്ടാ പോവാ. എന്നാ ഇതൊക്കെ പഠിച്ചു നീക്ക്? ഇങ്ങനെയൊന്നും പറയാത്ത ആളാണല്ലോ. ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടൊന്നുമില്ലമ്മ. ഇത്തയാണ് എന്നോട് ചൂടായിട്ട് പോയത്. അവള് ചൂടാകാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ് അവള് ചൂടായത്. ഇങ്ങനെയൊന്നും ഇതാകണ്ട. ഇനിയും നല്ല പോലെ പെരുമാറാൻ നോക്ക്. അതെ, ഇനിയിപ്പോ ഇതൊക്കെ അവനെ വിളിച്ച് പറയാൻ നിൽക്കണ്ട. എന്റെ മോനെ, എന്റെ മോൻ കണ്ണാത്ത ദിക്കിലാണ്. അവന് ഭയങ്കര വിഷമാവും. ഇനി അങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞാല്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തലവിധി. ഞാൻ എന്താ പറയാ? നീ എന്തെങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? കുടുംബത്തൊരു ഒത്തൊരുമ ഇല്ലെങ്കിൽ എന്താ ചെയ്യണ്ടത്? പിന്നെ പറയുന്നത് എന്താ ചെയ്യാ? ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് ഇപ്പൊ ആ മോളോട് വന്നപ്പോ തൊട്ടിട്ട് ആ കുട്ടിനെ ഇങ്ങനെ ചെയ്ത് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ? അവളെന്തോ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ചായ വെച്ച് എന്നോട് ചോദിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അംഗൻവാടിയിട്ട് പോയിട്ട് വരുമ്പോ അവള് സങ്കടമായിട്ട് റൂമിൽ വായലടച്ചിട്ട് ഞാനത് കേട്ടോണ്ടിരിക്കായിരുന്നു നീ പറയണതൊക്കെ. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവള് 10 ദിവസം നിക്കാൻ വന്നല്ലേ. ഇവിടെ വരുമ്പോ അവളല്ലേ നോക്കണ്ടത്. നോക്കണ്ടത് ശരിയല്ലേ. എന്നാൽ ആ മോളുടെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് ചീത്ത പറയുമ്പോ ആ കുട്ടിക്ക് വിഷമമാവില്ലേ? അവള് നമ്മളില്ലെങ്കിൽ അവള് നോക്കേണ്ടതല്ലേ അവളെ. ഞാനിവിടെ കിടികിടിന്ന് പറയാൻ നിക്കണു. നിങ്ങളെന്താ പറയണേ? നിന്റെ മോളെ ഓരോന്ന് പറയുമ്പോ ഞാൻ വിട്ടുകൊടുത്ത് നിക്കണ. ഇപ്പൊ തന്നെ വിട്ടുകൊടുത്തു. വിടേണ്ട കാലം വരുമ്പോ വിട്ടുകൊടുത്തോളൂ. അവളെന്താ വന്നു എന്ന് പറയുമ്പോ ഇതിന് പാലെടുക്കാൻ എന്താ ചോദിക്കണ? അതിന്റെ ആവശ്യമില്ല. ആവശ്യം വരുമ്പോഴല്ലേ അപ്പൊ അവള് ചോദിച്ചോണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മോള് 10 ദിവസം വിരുന്ന് വന്നതാ. അന്യം വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താണ്. ഇത് ഇവിടെ മരുവോ നമ്മൾ വന്നത് എപ്പൊ നമ്മൾ നോക്കണത് ആ കുട്ടി തന്നെയാ. അത് നീ ആലോചിക്കട്ടാ. അല്ലാണ്ട് നീ മോളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ ഈ മരുമോളില്ല, അത് വയസ്സാണ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് തരാണ്ടാവും. എപ്പോഴും തന്നെ ചീത്ത പറഞ്ഞോണ്ടിരുന്ന പറയണ മനസ്സിലായില്ലേ? ഇന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയോളൂ. പറഞ്ഞില്ലാന്ന് പറഞ്ഞേ. ഞാനെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കണേ. എനിക്ക് അവളോട് സ്നേഹം ഇല്ലാന്നല്ല. ഇനിയിപ്പൊ ഇവളെ അതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇവളുടെ ഭാഗം നിക്കണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വരൂല്ലേ? എനിക്ക് സ്നേഹം ഇല്ലാന്നാണോ നിങ്ങള് വിചാരിക്കുന്നത്? അപ്പൊ മോളോട് അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കണ്ടേ? അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചോദിച്ചതാക്കിയത് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞ പോലെ നേരെ ഞാൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കണെന്ന് അറിയുന്നത്. അതാണ് എനിക്ക് സ്നേഹം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ നോക്കണ മോളാണ്. 10 ദിവസം നമ്മുടെ മോള് നിന്നിട്ട് അവരുടെ വീട്ടിൽ അവിടുത്തെ ഉമ്മയിപ്പിയാണ് അവളുടെ. ഇവിടത്തെ ഉമ്മയിപ്പി നമ്മുടെ മോളാണ് നമുക്ക്. എനിക്കെല്ലാം മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സ്നേഹം ഇല്ലാന്നും പറയണ്ട. എനിക്ക് എല്ലാം എന്റെ മോളെ പോലെ തന്നെ അവളും. അപ്പൊ അതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനിയിപ്പൊ അത് കേട്ടിട്ട് വരണ്ട. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും.